അനു നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അഡോളസൻസ് സൈക്കോളജിയുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ട് എക്സാം അങ്ങ് എത്താറായി. അപ്പോൾ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻ അഡോളസൻസ്? അഡോളസൻസിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കും അല്ലേ? അപ്പോൾ അതിൽ പെടാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ഓരോ സ്റ്റേജിലെത്തുമ്പോഴും ഒരു കുട്ടിയിൽ ഓരോ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഓരോ തിങ്കിങ് പ്രോസസ്സാണ് ഉണ്ടാവുക. ഫസ്റ്റിൽ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജിൽ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് പോസിബിൾ ആവും. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് പോസിബിൾ ആവും. അപ്പോൾ ഒരു അഡോളസൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഇതിൽ ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ടാണ്. പേര് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഇല്ലേ, അതിലല്ലേ കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് വരുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് എന്നുള്ള വേർഡ് കണ്ടോ, അതൊരിക്കലും അഡോളസൻസിൻ്റെ ഇതിൽ കേസിൽ വരില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൽ അഡോളസൻസിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും ഉത്തരം വരിക. നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ: വിച്ച് ഡിഫെൻസ് മെക്കാനിസം ഈസ് കോമൺലി യൂസ്ഡ് ബൈ അഡോളസൻസ് ടു ജസ്റ്റിഫൈ ബിഹേവിയേഴ്സ് ഓർ ഫീലിംഗ്സ് ദാറ്റ് ആർ അതർവൈസ് ഇല്ലോജിക്കൽ, ഓഫ്റ്റൻ ബൈ ആട്രിബ്യൂട്ടിംഗ് ഫെയിലേഴ്സ് ടു അതേഴ്സ്? ഇപ്പോൾ ഒരു അഡോളസൻസ് ഉപയോഗിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എങ്ങനെ? അവർ സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ കുറ്റം ചുമത്തുന്നു അല്ലേ? അങ്ങനെ ഒരു ഇതിനെ പറയുന്ന ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ പേരെന്താണ്? റാഷണലൈസേഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ഫ്രോയിഡ് ബിലീവ്ഡ് ദാറ്റ് മോസ്റ്റ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസസ് ഇൻ അഡോളസൻസ് ആർ റൂട്ടഡ് ഇൻ. ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നത് ഒരുപാട് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസസ് അഡോളസൻസിൽ കാണപ്പെടുന്ന ഒരുവിധം പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസസ് ഒക്കെ റൂട്ട് ചെയ്തിട്ടുള്ളത് എന്തിൽ നിന്നാണ്? ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള അൺകോൺഷ്യസ് ആൻഡ് അൺറിസോൾവ്ഡ് സെക്ഷൽ കോൺഫ്ലിക്റ്റിൻ്റെ ടൈമിലാണെന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which psychologist is primarily associated with research proving that intelligence and personality traits are passed down through genetics? ഏത് സൈക്കോളജിസ്റ്റാണ് നമ്മളുടെ ഇൻ്റലിജൻസ്, നമ്മളെ ബുദ്ധിയും അതുപോലെ ഒരാളുടെ വ്യക്തിത്വ സ്വഭാവങ്ങളും എന്താണ് ജെനറ്റിക്സിലൂടെയാണ് അത് അതിലൂടെ കൈമാറി വന്നതാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു റിസർച്ച് നടത്തിയിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ പേരെന്താണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഫ്രാൻസിസ് ഗാൽട്ടൺ എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്: സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ടൈലേർഡ് ടു മീറ്റ് ദ യുണീക്ക് നീഡ്സ് ഓഫ് ആൻ എക്സെപ്ഷണൽ ചൈൽഡ് ആർ നൗൺ ആസ്. ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ യുണീക്ക് ആയിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ, യുണീക്ക് ആയിട്ടുള്ള നീഡുകൾ അതിനെ ടൈലർ ചെയ്യാൻ വേണ്ടി, അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേര് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: an adolescent girl believes that her heartbreak is unique and that no one in the history of the world has ever felt this much pain. This cognitive distortion is known as. ഒരു അഡോളസൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി വിശ്വസിക്കുന്നത് അവൾ യുണീക്കാണെന്നും ചരിത്രത്തിൽ ഒരാളും എന്താണ് ഇതിന് മാത്രം പെയിൻ ആരും അനുഭവിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ താൻ യുണീക്കാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്, അങ്ങനെ ഒരു ചിന്ത അല്ലേ? അപ്പോൾ ആ ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷന് വിളിക്കുന്ന പേരെന്താണ്? പേഴ്സണൽ ഫേബിൾ എന്നാണ്. ഒരു അഡോളസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയിൽ ഉടലെടുക്കുന്ന ഒരു ചിന്തയാണത് അല്ലേ? അപ്പോൾ അത് വെറും ഒരു ഫാബിളാണ് അല്ലേ? പേഴ്സണൽ, വ്യക്തിപരമായ കെട്ടുകഥ എന്നാണ് അതിൻ്റെ മലയാളം മീനിങ് വരുന്നത്. ഓരോ എക്സാമിനും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. സിലബസൊക്കെ മാറി. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സൊന്നും കാണാനേ ഇല്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, the period during adolescence where individuals delay adult commitment to explore different identities is termed as. എറിക് എറിക്സൻ്റെ അഭിപ്രായത്തിൽ അഡോളസൻസ്, അതായത് ഈ അഡോളസൻസ് അഡൾട്ട്ഹുഡിൽ എത്തുന്നതിന് മുമ്പ് അല്ലേ? അപ്പോൾ അഡോളസൻസിലും അതുപോലെ അഡൾട്ട്ഹുഡിലും അതിനിടയിലുള്ള ആ ഒരു കാലഘട്ടമില്ലേ, അപ്പോൾ കൗമാരമല്ല എന്നാൽ മുതിർന്ന ഒരു ആളുമല്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർ തന്നെ ഐഡൻറ്റിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടി പല
പരീക്ഷണങ്ങളും റോളുകളും ഒക്കെ ചെയ്ത് നോക്കും. അപ്പോൾ അതിന് കുട്ടിയാന്ന് പറയുമ്പോൾ അത് കുട്ടിയിലും പെടുത്തുന്നില്ല, എന്നാൽ മുതിർന്നവരിലും പെടുത്തുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അഡൾട്ടുമായിട്ട് കമ്മിറ്റ്മെൻറ്റിന് മുമ്പ് അവർ പല ഐഡൻറ്റിറ്റീസുമായിട്ട് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ് എക്സ്പ്ലോർ ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് സൈക്കോ സോഷ്യൽ മൊറട്ടോറിയം എന്നാണ്. ഇതിനെ എമേർജിങ് അഡൾട്ട്ഹുഡ് എന്നും വിളിക്കുന്നു. കാരണം അഡൾട്ട്ഹുഡ് എമർജ് ചെയ്യുന്നുള്ളൂ അല്ലേ, മുതിർന്ന പൗരനാവുന്നതേ ഉള്ളൂ, അതിൻ്റെ തുടക്കമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A student attribute their failure in an exam to faulty question paper design or poor teaching rather than lack of study. Which defense mechanism is being used? ഒരു കുട്ടി എക്സാമിൽ തോറ്റതിന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസൈന് ശരിയല്ല, അതുപോലെ പുവർ ടീച്ചിങ് ആണ്, പഠിപ്പിക്കുന്നത് ശരിയായിട്ടില്ല, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അതിന് പറയുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ പേര് ആൻസർ എന്ന് വരിക പ്രൊജക്ഷൻ എന്നാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ടെൻഡൻസി ഓഫ് അഡോളസെൻറ്റ് ടു എൻഗേജ് ഇൻ റിസ്കി ബിഹേവിയേഴ്സ് ലൈക്ക് സ്പീഡിംഗ് ഓർ സബ്സ്റ്റൻസ് യൂസ് because they believe nothing bad will happen to me is a result of. അഡോളസൻസിൻ്റെ ഒരു ടെൻഡൻസിയിൽ അവർ റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സിൽ എൻഗേജ് ചെയ്യും. അതുപോലെ സബ്സ്റ്റൻസ് യൂസ് അല്ലെ, ഇപ്പം നിക്കോട്ടിൻ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അവരുടെ ഒരു വിശ്വാസമാണ് നത്തിങ് ബാഡ് വിൽ ഹാപ്പൻ ടു മീ അല്ലേ, അപ്പോൾ തെറ്റായിട്ടൊന്നും എനിക്ക് സംഭവിക്കില്ല, എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. ഇങ്ങനത്തെ ചിന്ത വരുന്നത് എന്തിൻ്റെ കാരണമായിട്ടാണ്? ഇമ്മച്വർ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കാരണമാണ്. ബ്രെയിന് പൂർണ്ണമായിട്ടും മെച്യൂർ ആവാത്ത ഒരവസ്ഥ. ദ ബ്രേക്കിംഗ് സിസ്റ്റം ഓഫ് ദ ബ്രെയിൻ ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ്. അപ്പോൾ അവരുടെ ബ്രെയിൻ അപ്പോഴും എന്താണ് ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണ്, ഇമ്മെച്യൂർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പിയാഷെസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ആൻ അഡോളസെൻറ്റ് ഹു റിയലൈസസ് ദാറ്റ് റൂൾസ് ആർ സോഷ്യൽ കൺവെൻഷൻസ് ദാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ് ഹാസ് റീച്ച്ഡ്. മോറൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ അഡോളസൻസ് റിയലൈസ് ചെയ്യും എന്താണ് ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ നിയമങ്ങളും റൂളും അതൊക്കെ എന്താണ് വെറും സോഷ്യൽ കൺവെൻഷൻസ് മാത്രമാണ്, സാമൂഹികപരമായിട്ടുള്ള ആചാരങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്താണ് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും, സ്വന്തം നിയമങ്ങളെ മാത്രം അനുസരിക്കുക. അഡോളസൻസിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നതിൻ്റെ പേര് ഓട്ടോണമസ് മൊറാലിറ്റി എന്നാണ്. പേരിൽ തന്നെയുണ്ട് അല്ലേ, ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്നല്ലേ, അപ്പോൾ ഓട്ടോണമസ് മൊറാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ അഡോളസെൻറ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ദ പ്രോസസ് വേർ അൺയൂസ്ഡ് സിനാപ്റ്റിക് കണക്ഷൻസ് ആർ എലിമിനേറ്റഡ് ടു ഇൻക്രീസ് ബ്രെയിൻ എഫിഷ്യൻസി ഈസ് കാൾഡ് ഡാഷ്. തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത സിനാപ്റ്റിക് കണക്ഷൻസ് അല്ലെ, നമ്മൾ ഉപയോഗിക്കാത്ത നാഡീബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ. ഇപ്പോൾ നമ്മളൊരു ഗാർഡൻ വെക്കുമ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള പുല്ലുകൾ നമ്മൾ വെട്ടിക്കളയില്ലേ, പ്രൂൺ ചെയ്ത് കളയില്ലേ, അതേ സെയിം പ്രക്രിയ നമ്മളെ ബ്രെയിനും ചെയ്യുന്നുണ്ട്. അത് ഏത് പീരീഡിലാണ്? അഡോളസെൻറ്റ് പീരീഡിലാണ് നമ്മളെ ബ്രെയിൻ അത് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് പ്രൂണിങ് എന്നാണ്. കണ്ടോ, പ്രൂണിങ്. അപ്പോൾ ഗാർഡനിൽ നമ്മൾ ഗ്രാസ് പ്രൂൺ ചെയ്യില്ലേ, അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി, സിനാപ്റ്റിക് പ്രൂണിങ് എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During adolescence, which part of the brain undergoes the most significant maturation, affecting long-term planning and impulse control? Answer: prefrontal cortex. Next question. According to James Marcia, what status is an adolescent in if they have committed to an identity without exploring any alternatives? ജെയിംസ് മാർഷയുടെ അഭിപ്രായത്തിൽ ഒരു അഡോളസെൻറ്റ് സ്വന്തം ഐഡൻറ്റിറ്റി ഒന്നും എക്സ്പ്ലോർ ചെയ്ത് സ്വന്തം താല്പര്യങ്ങൾ എന്താണെന്ന് അറിയാതെ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കരിയറിലേക്ക് എത്താനോ, ഇപ്പോൾ എന്താണ് മാതാപിതാക്കൾക്ക് ഇഷ്ടം ഡോക്ടർ ആവാനാണെങ്കിൽ അതെടുക്കുന്നു, സ്വന്തം താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ തന്നെ മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ അതിന് വിളിക്കുന്ന പേര് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്നാണ്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സ്വത്വം എന്നാണ് അതിന് മലയാളം മീനിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ബാക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇനിയും വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, ഇപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.